നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് ബാർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡേറ്റഡ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1 20 ക്വസ്റ്റ്യൻസ് ചെയ്തു. പാർട്ട് 2 നെക്സ്റ്റ് 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 21 തുടങ്ങിയാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 21. The first Pharmacy Council of India was started functioning in Option A 1952, Option B 1956, Option C 1949, Option D 1955. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1949. ഫസ്റ്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇൻ 1949 എവറി 5 ഇയേഴ്സിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്: എലക്റ്റഡ്, നോമിനേറ്റഡ് ആൻഡ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 22. For the constitution of State Pharmacy Council, the respective state government have to nominate dash number of government analysts. Option A 2, B 1, C 5, D 3. സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ് എത്ര ഗവൺമെൻറ് അനലിസ്റ്റിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1. സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ എലക്റ്റഡ് മെമ്പേഴ്സ് 6 മെമ്പേഴ്സ് എലക്റ്റഡ് ഫ്രം എമോങ് ദംസെൽവ്സ് ബൈ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഒരു മെമ്പർ എലക്റ്റഡ് ബൈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ 5 men നോമിനേറ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ വരുന്നത് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ, ഓഫീസ് ഇൻ ചാർജ് ഓഫ് ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് 1 ഗവൺമെൻറ് അനലിസ്റ്റ്. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പറിലാണ് ഗവൺമെൻറ് അനലിസ്റ്റ് വരുന്നത്, ഒരു ഗവൺമെൻറ് അനലിസ്റ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ എലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഓഫ് ദ ഡിഫക്റ്റ് ഇൻ ആൻ എമൽഷൻ മേക്ക് മോർ അൺസ്റ്റേബിൾ? എ ക്രീമിംഗ്, ബി ഫ്ലോക്കുലേഷൻ, സി ക്രാക്കിംഗ്, ഡി സെഡിമെൻറ്റേഷൻ. തന്നിരിക്കുന്നതിൽ ഏത് എമൽഷൻ്റെ ഏത് ഡിഫക്റ്റാണ് അതിനെ കൂടുതലും അൺസ്റ്റേബിൾ ആക്കുന്നത്? അപ്പോൾ എമൽഷൻ്റെ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലുള്ള കാര്യങ്ങളും. എമൽഷൻ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഫ്ലോക്കുലേഷൻ ആൻഡ് ക്രീമിംഗ് കാരണം, കൊയാലസൻസ് ആൻഡ് ക്രാക്കിംഗ് കാരണം, ഫേസ് ഇൻവേർഷൻ കാരണം ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും അൺസ്റ്റേബിൾ ഏതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ക്രാക്കിംഗ് ആണ്. നമുക്ക് ഓപ്ഷനിൽ ഓരോന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്ലോക്കുലേഷനിൽ സ്മോൾ സ്ഫിയേഴ്സ് ഓഫ് ഓയിൽ ജോയിൻ ചെയ്തിട്ട് ലാർജ് ക്ലംസ് അല്ലെങ്കിൽ ഫ്ലോക്സ് ആയിട്ട് മാറും. വിച്ച് റൈസ് അല്ലെങ്കിൽ സെറ്റിൽ ഇൻ എമൽഷൻ മോർ റാപ്പിഡ്ലി ദാൻ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേഗം സെറ്റിൽ ചെയ്യുകയോ റൈസ് ചെയ്യുകയോ ചെയ്യും. ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലോക്യൂൾസ്, ഇൻറ്റേർണൽ ഫേസിലുള്ള ഫ്ലോക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ ഒന്നില്ലെങ്കിൽ അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ലെയർ ആയിട്ട് ഫോം ചെയ്യും. ഫ്ലോക്യൂൾസ് അപ്വേർഡ് ഡൗൺവേർഡ് ലെയർ ആയിട്ട് ഫോം ചെയ്യും അക്കോർഡിംഗ് ടു ദ ഡെൻസിറ്റി ഓഫ് ദ ഇൻറ്റേർണൽ ഫേസ്. കൊയാലസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എമൽസിഫൈഡ് പാർട്ടിക്കിൾസ് മെർജ് ചെയ്തിട്ട് ലാർജ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നതിനാണ് കൊയാലസൻസ് എന്ന് പറയുന്നത്. ക്രാക്കിംഗ് ആണ് മോസ്റ്റ് അൺസ്റ്റേബിൾ ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഈ ക്രീമിങ്ങോ കൊയാലസൻസോ ഒക്കെ കാരണം ഓയിൽ സെപ്പറേറ്റ് ചെയ്യും കംപ്ലീറ്റ്ലി ഫ്രം വാട്ടർ. നമുക്കറിയാം ബൈഫേസിക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് എമൽഷൻ എന്നറിയാം, 2 ഫേസ് ഉണ്ട്. സോ ക്രാക്കിങ്ങിൽ ഓയിൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓയിൽ സെപ്പറേറ്റ് ചെയ്യും കംപ്ലീറ്റ്ലി ഫ്രം വാട്ടർ സോ ദാറ്റ് ഇറ്റ് ഫ്ലോട്ട്സ് അറ്റ് ദ ടോപ്പ്. ഓയിൽ ഫ്ലോട്ട് ചെയ്യും ഇൻ എ സിംഗിൾ കണ്ടിന്യൂസ് ലെയർ ആയിട്ട്. റിവേഴ്സിബിൾ ആണ്. ഓയിൽ ടോപ്പിൽ കിടക്കും, വാട്ടർ 2 ലെയേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഈ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കാരണം ക്രാക്കിംഗ് ഉണ്ടാവാം. ഡ്യൂ ടു അഡീഷൻ ഓഫ് ആൻ ഇൻകോമ്പാറ്റബിൾ എമൽസിഫയിങ് ഏജൻറ്റ്, അതും അല്ലെങ്കിൽ കെമിക്കൽ ഓർ മൈക്രോബിയൽ ഡികമ്പോസിഷൻ ഓഫ് ദ എമൽസിഫയർ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാരണം ഉണ്ടാവാം. ഇത് കൂടാതെ വേറെ ഒരു ഇൻസ്റ്റെബിലിറ്റിയും കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫേസ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് ഫേസ് ഇൻവേർഷൻ. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇൻവേർട്ട് ചെയ്തിട്ട് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആവും, വൈസ് വേഴ്സയും സംഭവിക്കാം. സോ നമ്മുടെ ഇവിടെ മോസ്റ്റ് അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആണ് സി ക്രാക്കിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 24. അപ്രോക്സിമേറ്റ് കെമിക്കൽ ഫോർമുല ഓഫ് ബ്ലീച്ചിങ് പൗഡർ എസ്. ഓപ്ഷൻ എ CA2OCl2, ബി CaO twice Cl, സി CaOCl2, ടി CaOHCl2. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി CaOCl2 ആണ് കറക്റ്റ് ആൻസർ.
ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സിക്ലോറൈഡ്. ദെൻ കോമൺ നെയിമാണ് ബ്ലീച്ചിങ് പൗഡർ, അതിൻ്റെ CaOCl2 ആണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. Question number 25. Which antiviral drug is found to be useful in Parkinsonism? പാർക്കിൻസോണിസത്തിൽ ഏത് ആൻറ്റിവൈറൽ ഡ്രഗ് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ അബാസിഫർ, ബി ഒസൽറ്റാമിവർ, സി സെനാമിവർ, ഡി അമാൻറ്റഡിൻ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അമാൻറ്റഡിൻ ആണ്. അമാൻറ്റഡിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിവൈറൽ ഡ്രഗ് ആണ്. പാർക്കിൻസോണിസത്തിൽ അതിൻ്റെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അമാൻറ്റഡിൻ യൂസ് ചെയ്യാറുണ്ട്. ഏർലി സ്റ്റേജസ് ഓഫ് ഡിസീസ് യൂസ് ചെയ്യാം. സംടൈംസ് ആൻറ്റികോളിനർജിക് മെഡിക്കേഷൻ അല്ലെങ്കിൽ ലെവഡോപ്പയുമായിട്ട് കോമ്പിനേഷനായിട്ട് കൊടുക്കാറുണ്ട്. ഡിസ്കൈനേഷ്യ കുറയ്ക്കാനും ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് കുറയ്ക്കാനും ഒക്കെ അമാൻറ്റഡിന് സാധിക്കും. മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അമാൻറ്റഡിൻ ഡോപ്പമിനർജിക് ന്യൂറോൺസിൽ ആക്ട് ചെയ്യും. അമാൻറ്റഡിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് നോൺ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ആണ് ഓഫ് NMDA റിസപ്റ്റർ വിച്ച് ഇൻക്രീസസ് ദ ഡോപ്പമിൻ റിലീസ് ആൻഡ് പെർമിറ്റ്സ് ഡോപ്പമിൻ റീഅപ്ടേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ഡി അമാൻറ്റഡിൻ. Question number 26. Who is responsible for preparation and maintenance of first register? A. Pharmacy Council of India, B. DGHS, C. State Pharmacy Council, D. AICTE. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? C. State Pharmacy Councils. Maintenance and preparation of first register is by State Pharmacy Councils. Question number 27. Which of the following drugs show immunosuppressant activity? Option A. Levamisole, B. Miconazole, C. Clotrimazole, ഡി ഇട്രാക്കണസോൾ. തന്നിരിക്കുന്നതിൽ ഏത് ഡ്രഗിനാണ് ഇമ്മ്യൂണോസപ്രസൻ്റ് ആക്ടിവിറ്റി ഉള്ളത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എയിലെ ലിവാമിസോൾ ആണ്. ലിവാമിസോൾ ഒരു ആൻറ്റി ഹെൽമിന്തിക് ഡ്രഗാണ്. അതിന് ഇമ്മ്യൂണോസപ്രസൻ്റ് പ്രോപ്പർട്ടി കൂടി ഉണ്ട്. എന്താണ് ഇമ്മ്യൂണോസപ്രസൻ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? ദ ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ഓർ പ്രിവെൻറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോസപ്രസൻ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സാധാരണ ആൻറ്റി റിജക്ഷൻ മെഡിസിൻസ് ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കറിയാം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒക്കെ സമയത്ത് ഓർഗൻ റിജക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വ്യക്തിയിൽ. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇമ്മ്യൂണോസപ്രസൻ്റ് ഡ്രഗ്സ് ഒക്കെ കോമൺലി. അതുപോലെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്, പ്രെഡ്നിസലോൺ, ഡെക്സാമെത്തസോൺ, ഹൈഡ്രോകോർട്ടിസോൺ, അതുപോലെ തന്നെ സൈറ്റോസ്റ്റാറ്റിക്സ് ഇമ്മ്യൂണോസപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നൈട്രജൻ മസ്റ്റേർഡ് ആണ് എക്സാമ്പിൾ. നൈട്രോസോ യൂറിയാസ്, പ്ലാറ്റിനം കോമ്പൗണ്ട്സ് ഒക്കെ. ആൻറ്റി മെറ്റബോലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. മെത്തോട്രക്സേറ്റ്, അസാത്തയോപ്രിൻ, മെർക്കാപിറ്റോപ്യൂരിൻ, ഫ്ലൂറോ യുഡാസിൽ, ഇതൊക്കെ നമുക്ക് ഇമ്മ്യൂണോസപ്രസൻ്റ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സിലാണെങ്കിൽ സൈറ്റോടോക്സിക് ആൻറ്റിബയോട്ടിക്സ് ഇമ്മ്യൂണോസപ്രസൻ്റ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഡാക്ടിനോമൈസിൻ എക്സാമ്പിളാണ്, മിറ്റോമൈസിൻ ഒക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഇമ്യൂണോഫിൽസ്, അതായത് സൈക്ലോസ്പോറിൻ, ടാക്രോലിമസ്, ഇതൊക്കെ ഇമ്മ്യൂണോസപ്രസൻ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതർ ഡ്രഗ്സിൻ്റെ എക്സാമ്പിളാണ് IFN, ബീറ്റ, ഒപ്പിയോയിഡ്സ് ഒക്കെ. സോ ഇതൊക്കെ ഇമ്മ്യൂണോസപ്രസൻ്റ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. Question number 28. Neuroleptic agents are also known as option A. Psychoanaleptics, B. Major tranquilizers, C. Antimaniac drugs, D. Mood elevators. ന്യൂറോലെപ്റ്റിക് ഏജൻസിൻ്റെ വേറൊരു പേരാണ്. കറക്റ്റ് ആൻസർ ബി, മേജർ ട്രാങ്കുലൈസേഴ്സ്. നമുക്കറിയാം ആൻറ്റിസൈക്കോട്ടിക്സ് അല്ലെങ്കിൽ ന്യൂറോലെപ്റ്റിക് ഏജൻസ് എന്ന് പറയുന്നത് ഷീസോഫ്രീനിയ, അതുപോലെ ബൈപോളാർ സൈക്കോസിസ് കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് ജനറേഷൻ ന്യൂറോലെപ്റ്റിക് ഏജൻസിനെ നമ്മൾ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയും. മേജർ ട്രാങ്കുലൈസേഴ്സ് എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. സോ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി. Question number 29. Extrapyramidal side effects are common with option A. Chloramphenicol, B. Chlorpheniramine, C. Chlorthiazide, D. Chlorpromazine. എക്സ്ട്രാപിരമിഡൽ സൈഡ് എഫക്റ്റ് ആർക്കാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം എക്സ്ട്രാപിരമിഡൽ സൈഡ് എഫക്ട്സിൽ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും. ട്രമർ, സ്ലർഡ് സ്പീച്ച്, അക്കേതീഷ്യ, ഡിസ്റ്റോണിയ, ആൻസൈറ്റി, ഡിസ്ട്രെസ് അസോസിയേറ്റഡ് വിത്ത് ഇംപ്രോപ്പർ ഡോസിങ് ഓഫ് ന്യൂറോലെപ്റ്റിക് മെഡിക്കേഷൻസ്. അതായത് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ ഇംപ്രോപ്പർ ഡോസിങ് കാരണമാണ് സാധാരണ രീതിയിൽ എന്തുണ്ടാവുന്നത്? എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്. ഇതിൽ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ക്ലോർപ്രമാസിൻ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻസിൽ ക്ലോർഫെനിറാമീൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിഹിസ്റ്റമിനിക് H1 ആൻറ്റഗോണിസ്റ്റ് ആണ്. ക്ലോർതയസൈഡ് എന്ന് പറയുന്നത് ഒരു തയസൈഡ് ഡയൂറിറ്റിക് ആണ്. അതുപോലെ തന്നെ ക്ലോറാംഫിനിക്കോൾ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. Question number 30. Which of the opium alkaloid is benzyl isoquinoline derivative? Option A. Morphine, B. Codeine, C. Thebaine, D. Papaverine. കറക്റ്റ് ആൻസർ ഏതാണ്? ബെൻസൈൽ ഐസോക്വിനോളിൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ് പെപ്പാവറിൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
ഓപ്പിയം ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ ഓപ്പിയോയിഡ്സിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിനാൻത്രീൻസ് അതിൽ വരുന്നതാണ് മോർഫിൻ, ബെൻസോമോർഫൻസ് അതിൻ്റെ അകത്ത് വരുന്നതാണ് പെൻഡോസോസൈൻ, ഫീനൈൽ പൈപ്പരിഡീൻസ് എക്സാമ്പിളാണ് ഫെൻറ്റാനൽ, ഡൈഫീനൈൽ ഹെപ്റ്റെയിൻസ് അതിൻ്റെ അകത്ത് വരുന്നതാണ് മെത്തഡോൺ, ഫീനൈൽ പ്രൊപ്പൈലമീൻസ് അതിൽ വരുന്നതാണ് ട്രമഡോൾ, ബെൻസൈൽ ഐസോക്യുനോളിൻ ഡെറിവേറ്റീവ് അതിൽ വരുന്നതാണ് പപ്പാവറിൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. വീക്ക്ലി ആസിഡിക് ഡ്രഗ്സ് ആർ ബെറ്റർ അബ്സോർബ്ഡ് ഫ്രം ഓപ്ഷൻ എ ആൽക്കലൈൻ pH, ബി ന്യൂട്രൽ pH, സി അസിഡിക് pH, ഡി വെരി ഹൈ pH. അബ്സോർപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. വീക്ക്ലി ആസിഡിക് ഡ്രഗ്സ് എവിടെ നിന്നാണ് ഏറ്റവും സ്പീഡിൽ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെറ്റർ അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അസിഡിക് pH ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്കറിയാം അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഒരു ഡ്രഗ് എന്ന് പറയുന്നത് സൈറ്റ് ഓഫ് ഡെലിവറിയിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിനിക്കലി എഫക്റ്റീവ് ആവുന്നതിന് മുമ്പ് ഡ്രഗ് എപ്പോഴും അബ്സോർബ് ചെയ്യണം. ഈ ഡ്രഗ് അബ്സോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ്, pH ഓഫ് ദ എൻവയോൺമെൻറ്റ്, വെയർ ദ ഡ്രഗ് ഇസ് പ്രസൻറ്റ്, ഇതൊക്കെ ഡ്രഗിൻ്റെ അബ്സോർപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് വീക്ക് ആസിഡ്സും വീക്ക് ബേസും ആണ്. വീക്ക് ആസിഡ്സ് ആണെങ്കിൽ അത് പ്രോട്ടോണെ പിക്കപ്പ് ചെയ്യും അസിഡിക് എൻവയോൺമെൻറ്റിൽ വയ്ക്കുമ്പോൾ, എന്നിട്ട് അൺഅയണൈസ്ഡ് ആവും. സെയിം ആസിഡിനെ തന്നെ നമ്മൾ ആൽക്കലൈൻ എൻവയോൺമെൻറ്റിൽ വെച്ചാൽ അത് അയണൈസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ഡ്രഗാണ് ഈസിലി അബ്സോർബ് ചെയ്യുന്നത്. സോ അസിഡിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് അസിഡിക് pHൽ അൺഅയണൈസ്ഡ് ആണ്. സോ അസിഡിക് pHൽ ഈസിലി അബ്സോർബ്ഡ് അല്ലെങ്കിൽ ബെറ്റർ അബ്സോർബ്ഡ് ആണ്. നമുക്കറിയാം അൺഅയണൈസ്ഡ് ഡ്രഗ്സ് ആണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണെങ്കിൽ ലിപ്പിഡ് ബാരിയർ ആണെങ്കിലും വേഗം എന്ത് ചെയ്യുന്നത്? ഡിഫ്യൂസ് ചെയ്യുന്നത്, എന്നിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുക, വീക്ക് ബേസ് ആണെങ്കിൽ അസിഡിക് എൻവയോൺമെൻറ്റിൽ എന്ത് സംഭവിക്കും? പ്രോട്ടോൺ ഗെയിൻ ചെയ്തിട്ട് അയണൈസ്ഡ് ആവും. ഓൺ ദ അതർ ഹാൻഡ് ആൽക്കലൈൻ എൻവയോൺമെൻറ്റിൽ അത് അൺഅയണൈസ്ഡ് ആവും. അപ്പോൾ ആൽക്കലൈൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് ആൽക്കലൈൻ എൻവയോൺമെൻറ്റിലാണ് ബെറ്റർ അബ്സോർബ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 32. പിക്ക് ഔട്ട് ദ കൊളിൻ എസ്റ്ററേസ് റിയാക്ടിവേറ്റർ. തന്നിരിക്കുന്നതിൽ ഏതാണ് കൊളിൻ എസ്റ്ററേസ് റിയാക്ടിവേറ്റർ? ഓപ്ഷൻ എ അട്രോപ്പിൻ, ബി ഫ്ലുമാസനിൻ, സി പ്രാലിഡോക്സം, ഡി ഡോണിപ്പെസിൽ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി പ്രാലിഡോക്സിം ആണ് കറക്റ്റ് ആൻസർ. എന്താണ് കോളിനെസ്റ്ററേസ് റിയാക്ടിവേറ്റേഴ്സ്? കോളിനെസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം എന്താണ്? അസിറ്റൈൽ കോളിനെസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം നമുക്കറിയാം ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് അസറ്റൈൽ കൊളിൻ ഇൻറ്റു കൊളിൻ ആൻഡ് അസറ്റേറ്റ്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്. കോളിനെസ്റ്ററേസ് റിയാക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ഡ്രഗ്സ് യൂസ് ടു റിവേഴ്സ് ദ ഇനാക്ടിവേഷൻ ഓഫ് കോളിനെസ്റ്ററേസ്. അതായത് ഓർഗാനോഫോസ്ഫറസ് അല്ലെങ്കിൽ സൾഫനൈഡ്സ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇനാക്ടിവേഷൻ ഓഫ് കോളിനെസ്റ്ററേസ് ഉണ്ടാവും. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോളിനെസ്റ്ററേസ് റിയാക്ടിവേറ്റേഴ്സ്. എക്സാമ്പിളാണ് ഓക്സിംസ്. അതിൽ തന്നെ പ്രാലിഡോക്സിം എന്ന് പറയുന്നത് ഒരു ക്വാട്ടനറി അമോണിയം ഗ്രൂപ്പുള്ള കോമ്പൗണ്ടാണ്. ഈ ക്വാട്ടനറി അമോണിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻസൈമിൻ്റെ ആനയോണിക് സൈറ്റിൽ ബൈൻഡ് ചെയ്യും. ഓക്സിം എൻഡ് റിയാക്ട് ചെയ്ത് ഫോസ്ഫറസ് ആറ്റം, അതായത് എസ്റ്ററിക് സൈറ്റിലുള്ള ഫോസ്ഫറസ് ആറ്റമായിട്ട് ഓക്സിം എൻഡ് റിയാക്ട് ചെയ്യും. ഓക്സിം ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്ത ഓക്സിം ഫോസ്ഫേറ്റ് ഡിഫ്യൂസ് ചെയ്തിട്ട് റിയാക്ടിവേറ്റ് ചെയ്യും കോളിനെസ്റ്ററേസ് എൻസൈമിന്. സാധാരണ ഓർഗാനോഫോസ്ഫറസ് പോയ്സണിൽ യൂസ് ചെയ്യുന്ന ആൻറ്റിഡോട്ടാണ് ഓക്സിംസ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഏർലി ബിഫോർ ഫോസ്ഫോറിലേഷൻ ഓഫ് ദ എൻസൈം. അതായത് വൺസ് എൻസൈം ഫോസ്ഫോറൈലേറ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്നിങ് അണ്ടർഗോ ചെയ്യും. അതായത് ഇറ്റ് ബിക്കെയിംസ് റെസിസ്റ്റൻറ്റ് ടു ഹൈഡ്രോളിസിസ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ട്രീറ്റ്മെൻറ്റ് വേഗം കൊടുക്കണം. ഇനി നമുക്കറിയാം ഈ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ നമ്പർ 32ൻ്റെ ആൻസറാണ് ഓപ്ഷൻ സി. ഈ ക്വസ്റ്റ്യൻ നമ്പർ 32ലുള്ള അതർ ഓപ്ഷൻസിലുള്ള എ എന്ന് പറയുന്നത് എന്താണ്? അട്രോപ്പിൻ. നമുക്കറിയാം ഒരു മസ്കാനിക് ആൻറ്റഗോണിസ്റ്റ് ആണ്. ബി ഫ്ലുമാസനിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്ലുമാസനിൻ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ് ഗാബ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അതായത് ബെൻസോഡാസിപ്പീൻ്റെ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് റിവേഴ്സ് ദ എഫക്റ്റ് ഓഫ് ബെൻസോഡാസിപ്പീൻ ആൻഡ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റിഡോട്ട് ഓഫ് ബെൻസോഡാസിപ്പീൻസ്. ഡോണിപ്പിസലിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? അത് റിവേഴ്സിബിൾ അസറ്റൈൽ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. നമുക്കറിയാം ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ഡിസീസിലെ ഡിമെൻഷ്യ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ റിവാസ്റ്റിക്മിനും ഗാലൻറ്റാമിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഒണ്ടാൻസിട്രോൺ ആക്ട് ബൈ ആൻറ്റഗോണിസം ഓഫ്. നമുക്കറിയാം ഒണ്ടാൻസിട്രോൺ എന്ന് പറയുന്നത് നൗസിയ ആൻഡ് വോമിറ്റിംഗ് കോസ്ഡ് ബൈ ക്യാൻസർ കീമോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന
ഡ്രഗാണ്. അത് എന്തിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? സെറട്ടോണിൻ റിസപ്റ്റർ 5-HT3 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ. Question number 34. Which one is an important drug in paracetamol poisoning? Option A, N-acetyl parabenzoquinolamine. B, N-acetyl muramic acid. C, N-acetyl glycine. D, N-acetyl cysteine. ഏതാണ് പാരസെറ്റമോൾ പോയ്സണിങ്ങിന് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, N-acetyl cysteine. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. പാരസെറ്റമോൾ പോയ്സണിങ്, അതിൻ്റെ ആൻറ്റിഡോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ N-acetyl parabenzoquinolamine പെക്യുലാരിറ്റി എന്താണ്? അതാണ് പാരസെറ്റമോളിൻ്റെ ഹെപ്പാറ്റോടോക്സിക് ആയിട്ടുള്ള മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, N-acetyl cysteine. Question number 35. Which one of the following is a good uricosuric agent? Option A, sulfamethoxazole. B, sulfanilamide. C, sulfinpyrazone. D, sulfacetamide. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, സൾഫിൻപൈറസോൺ ആണ് കറക്റ്റ് ആൻസർ. എന്താണ് യൂറിക്കോസുറിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ? ഡ്രഗ്സ് ദാറ്റ് ഇൻക്രീസ് ദ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്. അതായത് യൂറിനിലൂടെ യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ യൂറിക്കോസുറിക് ഏജൻസ് എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ബ്ലഡ് പ്ലാസ്മയിലുള്ള യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യും. സാധാരണ രീതിയിൽ പ്രോക്സിമൽ കൺവലക്റ്റഡ് ട്യൂബ്യൂൾ ഓഫ് കിഡ്നിയിലാണ് ആക്ഷൻ നടക്കുന്നത്. യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗൗട്ട്. നമുക്കറിയാം ഗൗട്ട് എന്ന് പറയുന്ന കണ്ടീഷനിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യും. സോ ആ കണ്ടീഷനിലാണ് സാധാരണ യൂറിക്കോസുറിക് ഏജൻസി യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി യൂറിക്കോസുറിക് ഏജൻസും ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി യൂറിക്കോസുറിക്സിൻ്റെ എക്സാമ്പിളാണ് പ്രൊബെനിസെറ്റ്, ബെൻസ്, ബ്രോമറോൺ, സൾഫിൻ, പൈറസോൺ. സെക്കൻഡറിയുടെ എക്സാമ്പിളാണ് അമിലോഡിപ്പിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, ഫീനോഫൈബ്രേറ്റ്, ലോസാർട്ടൻ, കോർട്ടിസോണൊക്കെ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, സൾഫിൻ പൈറസോൺ. ഓപ്ഷൻ എയിലെ സൾഫാമെത്തോക്സസോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൻറ്റിബയോട്ടിക് ആണ്, ബ്രോഡ് സ്പെക്ട്രം, ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ ബ്രോങ്കൈറ്റിസ്. സൾഫാനിലമൈഡും സൾഫാസെറ്റമൈഡും സൾഫണമൈഡ് ആൻറ്റിബയോട്ടിക്കിൻ്റെ എക്സാമ്പിളാണ്. Question number 36. Example for ultra short acting barbiturates. Option A, secobarbital. B, methohexiton. C, butobarbital. D, amylobarbital. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, മെത്തോഹെക്സിറ്റോൺ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ബാർബിച്ചുറേറ്റ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ലോങ് ആക്ടിംഗ് ബാർബിച്ചുറേറ്റ്സ്, അതിൻ്റെ T-half എന്ന് പറയുന്നത് മോർ ദാൻ 8 hours ആണ്. എക്സാമ്പിൾ ബാർബിറ്റോൺ, ബാർബിറ്റാൾ സോഡിയം, ഫീനോബാർബിറ്റാൾ, മെഫോബാർബിറ്റാൾ ഒക്കെയാണ്. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റിൻ്റെ T-half എന്ന് പറയുന്നത് 4 to 8 hours ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലോബാർബിറ്റാൾ, അതുപോലെ തന്നെ പെൻറ്റോഹെക്സിറ്റാൾ സോഡിയം. നെക്സ്റ്റ് ലോങ് ആക്ടിങ്ങിൻ്റെ എക്സാമ്പിളാണ് T-half എന്ന് പറയുന്നത് ലെസ് ദാൻ 4 hours ആയിരിക്കും. എക്സാമ്പിളാണ് സീക്കോബാർബിറ്റോൺ, ഹെക്സോബാർബിറ്റോൺ, പെൻറ്റോബാർബിറ്റോൺ, സൈക്ലോബാർബിറ്റോൺ. ലാസ്റ്റ് അൾട്രാ ഷോർട്ട് ആക്ടിങ്ങിൻ്റെ എക്സാമ്പിളാണ് തയോപെൻറ്റാൽ സോഡിയോ, മെത്തോഹെക്സിറ്റാൽ സോഡിയം അല്ലെങ്കിൽ മെത്തോഹെക്സിറ്റോൺ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 36ൻ്റെ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 37. ഓട്ടോ ആൻഡ് നെഫ്രോടോക്സിസിറ്റി ഇസ് കോമൺ with which class of antibiotics? നമുക്കറിയാമല്ലോ ഓട്ടോടോക്സിറ്റി ആൻഡ് നെഫ്രോടോക്സിറ്റി എന്ന് പറയുന്നത് അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ മേജർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അമിനോഗ്ലൈക്കോസൈഡ്സ്. അതർ ഓപ്ഷൻ എയിൽ മാക്രോലിഡ്സ്, ബി കാർബിപ്പനീൻസ് ആൻഡ് സി പോളീൻസ് ആണ്. സോ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അമിനോഗ്ലൈക്കോസൈഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 38. Which of the following is a selective MAO-B inhibitor? Option A, selagelin. B, chlorgyrin. C, boclobamide. D, ഇപ്രോനിയാസിഡ്. ഇതിലേതാണ് സെലക്റ്റീവ് MAO-B ഇൻഹിബിറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, സെലജലിൻ ആണ്. നമുക്കറിയാം മാവോ എന്ന് പറയുന്നത് മോണോ അമീൻ ഓക്സിഡേസ് എൻസൈമാണ്. 2 ടൈപ്പ് ഉണ്ട്, മാവോ എ ഉണ്ട്, മാവോ ബി ഉണ്ട്. മാവോ എ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനിൽ പ്രിഡോമിനൻ്റ്ലി കാണും, മാവോ ബി എന്ന് പറയുന്നത് ബ്രെയിനിൽ പ്രിഡോമിനൻ്റ്ലി കാണും. അപ്പോൾ മാവോ ബി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ് ഓഫ് മെഡിക്കേഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിംറ്റംസ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് ആണ്. നമുക്ക് മാവോ ഇൻഹിബിറ്റേഴ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോൺ സെലക്റ്റീവ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രസീൻ, ഐസോകാർബോക്സസൈഡ്, ഫെനലസീൻ, ഹൈഡ്രോകാർബസീൻ, ട്രാനൈൽ സിപ്രോമീൻ ഒക്കെ. സെലക്റ്റീവ് മാവോയുടെ ഇൻഹിബിറ്ററാണ് ബൈഫിമിലാൻ, അതുപോലെ മൊക്ലിബമൈഡ്, ടൊളോസെറ്റോൺ ഒക്കെ. സെലക്റ്റീവ് മാവോ ബിയുടെ എക്സാമ്പിളാണ് സെലജലിൻ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ. Question number 39. Which of the following is an heparin antagonist? Option A, potassium sulfite. B, protamine sulfite. C, lepirudin. D, altipase. നമുക്കറിയാം ഹെപ്പാറിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റികോയാഗുലൻ്റ് ആണ്. ഹെപ്പാറിൻ്റെ
ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബി പ്രോട്ടമൈൻ സൾഫേറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഗ്രേ ബേബി സിൻഡ്രോം ഇസ് അസോസിയേറ്റഡ് വിത്ത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഗ്രേ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത് ക്ലോറാംഫെനിക്കോളിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലോറാംഫെനിക്കോൾ എന്താണ് ഗ്രേ ബേബി സിൻഡ്രോം എന്നൊക്കെ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഇതോടുകൂടി പാർട്ട് 2 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.